യുവവാണി. ഇന്ന് യുവവാണിയിൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ യുവാണിയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടക്കാരനെയാണ്. ഓട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം എന്ന കായിക ഇനം ഒരു ജീവിതചര്യയായി സ്വീകരിച്ച വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ റണ്ണറാണ്. ഞാൻ തുടങ്ങിയ കാലത്തിൽ ഞാൻ പ്രൊഫഷണലൊന്നും അല്ലായിരുന്നു. ഓട്ടത്തിനെക്കുറിച്ച് യാതൊരു വിവരമോ ഒന്നുമില്ലാതെ തുടങ്ങിയ ഒരാളായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യം ഒരു ഇവൻറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓട്ടത്തിലോട്ട് കഴിവുണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയ. അതിന് മുമ്പ് എൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കോച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓടാനുള്ള ഒരു ടാലൻ്റ് ഉണ്ട്, ഓടി നോക്കണമെന്ന്. അതിനുശേഷം ഓടി നോക്കി ഇൻ്റർ കോളേജ് മീറ്റിൽ 3rd പൊസിഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഓട്ടത്തിലോട്ട് വന്നത്. മനോജ്, ഓട്ടത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നതിന് മുമ്പ് മനോജ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഓട്ടത്തിന് അല്ലാതെ പഠിക്കുകയാണോ, ജോലി ചെയ്യുകയാണോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഡിഗ്രി ഇവിടെ ട്രിവാൻഡ്രത്ത് മാർവാനിസ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പി ജിക്ക് വേണ്ടിയിട്ടല്ല പോയത്. സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് നന്നായിട്ട് സ്പോർട്സ് ചെയ്യണം, ഇനി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം ഞാൻ അവിടെ പോയി PG പഠിച്ച്, പക്ഷേ പേപ്പറൊന്നും ക്ലിയർ ചെയ്തില്ല. എനിക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടുത്തെ MG യൂണിവേഴ്സിറ്റി ഹാഫ് മാരത്തോൺ റെക്കോർഡ് ഇടാൻ പറ്റി. അതെനിക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം, അവിടെ പോയിട്ട് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്ക് ഓട്ടത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യമേ തന്നെ പറയും, ഓട്ടം നിങ്ങൾക്കൊരു സ്പോർട്ടാണോ, അതോ ഇത് പലർക്കും ഓട്ടം ഇത് സീരിയസ് ആയി കാണുന്നവർക്ക് ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, മറ്റെല്ലാം കാര്യങ്ങളും മാറ്റിവെച്ച് ഓട്ടം ജീവിതചര്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പരിചയമുള്ള എല്ലാ ഓട്ടക്കാരും ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ് മനോജിൻ്റെ ഒരു ഓട്ടവുമായിട്ട് മനോജിൻ്റെ ഒരു ബന്ധം പറയും? ഓട്ടം എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളൊരു കാര്യം ഓട്ടം കൊണ്ട് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ടുള്ളൊരു കുറേ അറിവുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ്. അത് എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്, എന്നെ മുന്നോട്ട് എത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഡിസിപ്ലിൻ എന്നുള്ളൊരു അർത്ഥം ഓട്ടത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിന് മുമ്പ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ മനോജ് പറഞ്ഞു വരുന്നത് ഓട്ടം ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, മറ്റ് കാര്യങ്ങളിലേക്കുള്ള പലതും കിട്ടുന്നതും ഓട്ടത്തിൽ നിന്നാണ്. മനോജ് ഇപ്പം ഡിസിപ്ലിൻഡ് ആയത്, ഓട്ടത്തിൻ്റെ ഒരു ചര്യ കൃത്യമായി എല്ലാ ദിവസവും ഓടുക, അല്ലെങ്കിൽ ഓടേണ്ടത് കൃത്യമായി ഓടുക, വെറുതെ ഒരു ഓട്ടമല്ല, കൃത്യമായ ശാസ്ത്രീയമായ രീതി പാലിച്ച് ഓടുക. അതിൽ നിന്ന് ഒരു ഡിസിപ്ലിനിൻ്റെ പല കാര്യങ്ങൾ പഠിച്ചു. അത് ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ മനോജിന് ഉപകാരപ്പെടുന്നു എന്നാണ് മനോജ് പറയാൻ ശ്രമിച്ചത്. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എങ്ങനെ ഓടണം, ഇഞ്ചുറി വരാതിരിക്കാം, അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ലായിരുന്നു. ഞാൻ ബാഗ് മിൽഖ ബാഗ് എന്ന് പറയുന്ന സിനിമ പല ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്, വിച്ചു എന്ന് പറഞ്ഞ്, പുള്ളിയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പരിചയപ്പെടുത്തി കാണിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നി, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തണമെന്നുള്ളൊരാഗ്രഹം. ആ സമയത്ത് റോഡിൽ കൂടെ വെറുതെ ഓടുമെന്നല്ലാണ്ട് എങ്ങനെ ഇഞ്ചുറി വരാതെ ഓടാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് അപ്പോൾ ഒട്ടുമില്ലായിരുന്നു. സ്ട്രെങ്ത് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഇത്ര കിലോമീറ്റർ മുകളിൽ നമ്മളെ ബിഗിനർ ഓടാൻ പാടില്ല, അതിന് മുകളിൽ പോയി ഇഞ്ചുറി ഉണ്ടാവും, അതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു കോച്ചിനെ പരിചയപ്പെട്ട്, ജഗദീഷ് എന്ന് പറഞ്ഞ് സെൻട്രൽ സ്റ്റേഡിയത്തെ പുള്ളിയാണ് എന്നെ ഓടാൻ വേണ്ടിയിട്ട് ആദ്യം വിളിച്ചത്. അതിന് മുമ്പ് ഞാൻ വേറെ ഗെയിമായിരുന്നു. ഞാൻ 7 വട്ടം സോഫ്റ്റ് ബോൾ നാഷണൽസ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റണ്ണിങ്ങിലോട്ട് വരണം. അതേപോലെ ഹാൻഡ് ബോളും കോക്കൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം റണ്ണിങ്ങിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഓടേണ്ടതെന്നുള്ളൊരു അറിവ്. അപ്പോൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് കായികമായിട്ടുള്ള ഒരു പശ്ചാത്തലം മനോജിന് ആദ്യമേ തന്നെ കായികവുമായി ബന്ധപ്പെട്ടാണ് നിന്നത്. അപ്പോൾ എപ്പോഴാണ് ആദ്യമായിട്ട് കോളേജ് പഠന കാലത്തിലാണ്, സിനിമ കണ്ടിട്ടാണ് ആദ്യമായി ഞാൻ ഓടാം എന്ന് തീരുമാനിച്ചത്? സാധാരണഗതിയിൽ ശാസ്ത്രീയമായി തന്നെ ഓടണം. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന കാട്ടിലും മേട്ടിലും കൂടെ ഓടുന്നതല്ല, ഇതിനൊരു നിഷ്ഠയുണ്ട്, ഒരു ചര്യയുണ്ട്, അത് പാലിച്ച് വേണം ഓടേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഈ കോച്ചിങ് തുടങ്ങിയപ്പോഴാണല്ലോ. സിനിമ കണ്ടിട്ട് ഓടി തുടങ്ങിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ സോഫ്റ്റ് ബോൾ നാഷണൽ ക്യാമ്പിൽ കളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിഷ്ണു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ DJ എന്ന് പറഞ്ഞൊരു കോച്ചുണ്ടായി. പുള്ളി പറയുമായിരുന്നു, നിനക്ക് ലോങ് ഡിസ്റ്റൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നീ എന്തായാലും ചെയ്യണമെന്ന്. അതിനുശേഷമാണ് ഞാൻ ഓടി തുടങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അത് കുറച്ചും കൂടി എന്നെ മോട്ടിവേറ്റ് ആക്കിയത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു കായിക ഇനത്തിൽ നിന്നാണല്ലോ ഓട്ടത്തിലേക്ക് വരുന്നത്. ഓട്ടം എങ്ങനെ മാനസികമായി എങ്ങനെ മാറ്റി വേറൊരു കായിക ഇനത്തിൽ മറ്റൊരു രീതി ആയിരിക്കണമല്ലോ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്. വേറൊരു തലത്തിലുള്ള ഒരു പരിശീലനമാണ്. ഓട്ടം എങ്ങനെയാണ് ശാരീരികമായും മാനസികമായും ഓട്ടം എങ്ങനെ ഒരു കായിക ഇനത്തിൽ നിന്ന് മറ്റേതിലേക്ക് എത്തിയപ്പോൾ മനോജിനെ മാറ്റിയെന്ന് മനോജ് തോന്നുന്നത്? ഗെയിമിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഔട്ട് എടുത്താലും നമ്മളൊരു സോഫ്റ്റ് ബോളിൽ ഹോം റൺ എന്ന് പറയും, 6 അടിക്കുന്ന പറയും, അതേപോലെ ഹോം റൺ എന്ന് പറയും. അടിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും. പക്ഷേ റണ്ണിങ്ങിൽ പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടൂല. നമ്മളൊരു വർക്കൗട്ട് നന്നായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡോപ്പമിൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് റിലീസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തം പെയിൻ കൊണ്ടുള്ളൊരു നമ്മൾ ഒരുപാട് ടൈം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു വിജയം കാണണം. ചിലപ്പോൾ വിജയം കണ്ടെന്നും വരില്ല. നമ്മളെ കാല് ഓടുന്നവർ കാണും നമ്മൾ 6ാമത് 7ാമത് മിഷി. അവിടെ ഒരു PB പേഴ്സണൽ ബെസ്റ്റ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സന്തോഷം കിട്ടണം. അതിൻ്റെ ഒരു 100 രേഖയിൽ നമ്മൾ പോകൂലേ, അതേപോലെ പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സക്സസ് കിട്ടണത് ഇതിനകത്ത്. അപ്പം നമ്മൾ അതേപോലെ ഡിസിപ്ലിനും ആവും ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ അതിന് വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അതേപോലെ ഒരു വര വരച്ചതിലൂടെ നമുക്ക് പോകാൻ പറ്റും. വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂല. പോയാൽ ഇത് പോകുമെന്നുള്ള വിശ്വാസം ഉള്ളിൽ കാണും. അതുകൊണ്ട് ആരും പോകില്ല. അപ്പം ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ഓട്ടം കേന്ദ്രമാക്കി വെച്ചിട്ട് അതിനോട് ചേർന്നാണ് മനോജിൻ്റെ ജീവിതചര്യ. അപ്പം ഇന്നിപ്പോൾ ഉത്സവത്തിന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഓടാനുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു കല്യാണത്തിന് പോകില്ല, എനിക്ക് നാളെ ഒരു ഓട്ടമുണ്ട്, അങ്ങനെ ഇതിനെ സമീപിക്കുന്നുണ്ടോ? അതെ, എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിമൽ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 12ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതേപോലെ ഒരുപാട് കൂട്ടുകാരെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയമെല്ലാം ഞാൻ ഈ വർക്കൗട്ടിനകത്ത് മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള. വീട്ടിലെ ഉത്സവം കണ്ടിട്ട് ഇല്ലായിരുന്നു ഞാൻ. ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല. ഈ വർഷം ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്ന ഈ സമയത്ത് അവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഞാൻ മെനങ്ങാന്ന് പോയി കണ്ട്. അല്ലാണ്ട് ഞാൻ ഒരു അമ്പലത്തിലോ അങ്ങനെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഞാൻ മിസ് ചെയ്യുന്നില്ല എൻ്റെ ലൈഫിലെന്ന്. പക്ഷേ അതും വേണം ഇതും വേണം. കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതിൽ ആയിരിക്കും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. ഞാൻ ആ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ലിറ്ററലി. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നമുക്കിനി ഓട്ടത്തിലേക്ക് കൃത്യമായി വരാം. ഒരു റണ്ണർ എന്ന നിലയിൽ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം എങ്ങനെയിരിക്കും? ഞാൻ ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കായിരുന്നു കറക്റ്റ് എഴുന്നേറ്റ്. 5 മണിക്ക് എഴുന്നേക്കും. ഞാൻ 5:30 ആകുമ്പോഴത്തേക്കും ഒരു ബസ്സുണ്ട്, അതിൽ കയറി എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ട്രിവാൻഡ്രം വന്നാണ് പ്രാക്ടീസ് കൊണ്ടത് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ അവിടെ നിന്ന് ഞാൻ സായിലോട്ട് വന്ന് അവിടെ ഡേ ബോർഡറായിട്ടാണ് ആദ്യം കിട്ടുക, ജോയ് ജോസഫ് എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത്. അതിനുശേഷം സായിരെ ട്രയൽ ചെയ്ത് സായിൽ കിട്ടി. അതിനുശേഷം 5:30 എഴുന്നേക്കാൻ തുടങ്ങി, 6:30 ഗ്രൗണ്ടിലെത്തണം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം പിന്നെയും കുറച്ചും കൂടെ ഉറക്കം കിട്ടാൻ നമ്മൾ ഇതിനകത്ത് വേണ്ട റിക്കവറിയാണ്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അത്രയും റിക്കവറിയും വേണം. കാര്യം അത്രയും റിക്കവറി കിട്ടിയാലേ മസിൽസൊക്കെ തിരിച്ച് റിക്കവറായി വരുള്ളൂ. ഇല്ലെങ്കിൽ അത് വെച്ച് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് കാരണം ഇഞ്ചുറി ഉണ്ടാവും. അപ്പം പിന്നെ അവിടെ വന്നതിന് ശേഷം ആ ഒരു ദിനചര്യ മാറി തിരിച്ച് പിന്നെയും കുറച്ചും കൂടി ഉറക്കത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണോ ഓട്ടം? അതായത് എനിക്കും ഓടാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്കും ഓടാം. ഇപ്പോൾ തുടക്കക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നത് ഇതൊരു എളുപ്പമുള്ള ഒരു പരിപാടിയാണല്ലോ ഓട്ടം എന്ന് പറയുന്നത്. എനിക്ക് 2 കാലുണ്ട്, അപ്പോൾ ഒരു ഷൂസ് മേടിച്ച് ഞാൻ നാളെ മുതൽ ഓടിയേക്കാം എന്ന് തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഓട്ടം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്ടം. കാര്യം നമ്മളെ നിർമ്മിച്ചിരുന്നേക്കും നമ്മൾ ഓടിയും അങ്ങനെ വേട്ടയാടിയൊക്കെ ജീവിച്ചവരായിരുന്നു നമ്മൾ. ഇപ്പോഴാണ് നമ്മൾ ഇരുന്നുള്ള പണി എടുത്തു തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഓടാൻ കഴിയും. പക്ഷേ ഓടുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾ ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവും. അത് ബേസിക്കായിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഓടുകയും വേണം, അതിൻ്റെ കൂടെ സ്ട്രെങ്തും ചെയ്യണം. ഇപ്പം നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് കൊണ്ട് ഓടാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഓടുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഓരോരുത്തർക്ക് എന്താണ് അവർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു 21 കിലോമീറ്റർ ഓടുന്ന ആൾ ആദ്യമേ 21 തുടങ്ങണമെന്നല്ല, 3 കിലോമീറ്റർ ഓടാം, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടാം. ഇതിനകത്തൊക്കെ ഓടി തുടങ്ങിയാൽ മതി. തുടക്കക്കാരൻ്റെ കാര്യമാണ് പറയണം. ആദ്യമേ 21 ഓടി ഒരുപാട് ഇഞ്ചുറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് 3 കിലോമീറ്റർ 5 കിലോമീറ്റർ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും. അപ്പോൾ തുടക്കക്കാരോട് പറയുന്നത് ഇതാണ്, എല്ലാവർക്കും ഓടാൻ പറ്റും, പക്ഷേ തങ്ങളുടെ ശരീര പ്രകൃതി മനസ്സിലാക്കി പറ്റുന്നത് പോലെ ചെറുതായി തുടങ്ങി ഒരു കോച്ചിന്റെ കീഴിലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ പഠിച്ച് ഓടി ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, ചിലർക്ക് ദൂരം കൂട്ടാൻ താല്പര്യം ഉണ്ടാകത്തില്ല, അവർക്ക് ഓടുന്ന
എത്രയാണോ അവരുടെ ആഗ്രഹം ഓടുക എന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ഞാൻ ലീനായിരിക്കണോണ്ട് അവന് കൂടുതൽ ഓടാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് പ്രോട്ടോക്കോളുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സേഫായിട്ട് ഓടാൻ പറ്റും. ആ സേഫായിട്ട് ഓടാൻ പറ്റുന്നതിനെ പറ്റി ചോദിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് അവൈലബിൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഒരാൾക്ക് റോഡിൽ കൂടെ ഓടേണ്ടിയായിരിക്കും വരിക, വണ്ടികളുണ്ട്. അപ്പം അത്തരം സേഫ്റ്റി പ്രശ്നങ്ങൾ മനോജ് നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓടുന്നത് ദേഷ്യമായിട്ട് കാണുന്നവരെ പോലെ എനിക്ക് ചില ആൾക്കാരെ തോന്നിയിട്ടുണ്ട്. കാര്യം ഓടുമ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ചായിരിക്കും ഓടുന്നത്, വണ്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. ലെഫ്റ്റ് പിടിച്ച് ഓടുന്നില്ല റോഡ് നിയമങ്ങളിൽ പറയുന്നു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പിടിച്ച് ഓടുമ്പോൾ ഇവ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് ഓടുകയാണ്, നമ്മുടെ ഫ്രണ്ടേ ഓടുക, നമ്മളൊക്കെ എതിരെ ഓടുകയാണെന്നുള്ള ഇതിൽ നമ്മളെ ചേർത്ത് കൊണ്ടുവന്ന ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഓടിയിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് അവയർനെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്നവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ അതാണ് റോഡിലൂടെ ഓടുമ്പോൾ നേരിടുന്ന പ്രശ്നം. പിന്നെ കുറെ ആൾക്കാർക്ക് നായയെ പേടിയുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പേടിക്കാറില്ല. കാര്യം വേറെ ഒന്നുമില്ല, അതൊന്നും ചെയ്യത്തില്ല. ചില ആൾക്കാർ പേടിച്ചിട്ട് ഓടും, അപ്പോൾ അത് കടിക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മളവിടെ നിൽക്കുകയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു പൊക്കോളും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് പഠിച്ച് ഒന്ന് ശ്രദ്ധിച്ച് റോഡിൽ കൂടെ ഓടാം, കുഴപ്പമില്ല. അല്ല, അപ്പോൾ അങ്ങനെ റോഡിൽ കൂടെ ഓടുമ്പോൾ ഞാൻ ഇഞ്ചുറിയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പം നമ്മുടെ പല തെറ്റിദ്ധാരണകളുണ്ട്. റോഡിൽ കൂടെ ഓടിയാൽ നിങ്ങളുടെ കാല് പെട്ടെന്ന് ഇഞ്ചേർഡ് ആകും, പെയിൻ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങൾ സാധ്യതയുണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. കാര്യം റോഡ് ഹാർഡായിട്ടുള്ളൊരു സർഫസ് ആണ്, ട്രാക്ക് കണക്കല്ല, കുഷൻ ഇല്ല, ഹാർഡാണ്. അപ്പം അത്രയ്ക്കും നല്ല ഷൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ബിഗിനറായിട്ടും പെട്ടെന്ന് നമ്മൾ റോഡിൽ ഓടി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഷിൻ ബോൺ പെയിൻ വരാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് വർക്കും അതിൻ്റെ കൂടത്തെയാണ്. നമ്മൾ തെറാബാൻഡിലൊക്കെ ഉള്ള ഷിന്നിന് സ്ട്രെങ്തൻ ചെയ്യണ എക്സസൈസുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്റ്റൈസിനൊക്കെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് സ്ട്രെങ്തനും ചെയ്യണം, അതിൻ്റെ കൂടെ ഓട്ടം, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു വേ. ഓട്ടം, റണ്ണിങ് മനോജിനെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. മറ്റെന്താണ് ഓട്ടത്തിൽ നിന്ന് മനോജ് പഠിച്ചത്? ഞാൻ പഠിച്ച ഒരു കാര്യം, ഞാൻ ഓടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഓടുന്നു, ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അതിന് നല്ല അഭിപ്രായങ്ങളും പിന്നെ ആൾക്കാർക്ക് ഓടാനുള്ള കുറേ പ്രചോദനങ്ങളും കിട്ടുന്നുണ്ട്. എങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു അവയർനെസ്സും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് വയ്ക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഡിസിപ്ലിനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും ആൾക്കാരിടുന്ന കമൻറ്റും മെസ്സേജൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ ഓടുന്നതിന്റെ കൂടെ നമ്മൾ വേറെ ഒരുപാട് പേര്, സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഓടുന്നത്, എൻ്റെ കൂടെ ഓടാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ ഫീൽഡ് റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി, റണ്ണിങ് കമ്മ്യൂണിറ്റി, 10 പേരേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ റണ്ണിങ്ങിലോട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഓട്ടക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, കൂടെ ഓടുക, അവർക്ക് ഓട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അതിൽ സന്തോഷം കണ്ടെത്തുക. ഇത് ഓട്ടത്തിന്റെ ഭാഗമായിട്ട് മനോജിന് ലഭിച്ച ഒരു ഭാഗ്യമാണ്. ഇതൊന്നും ഭാഗ്യമല്ല, ഇത് പരിശീലനത്തോടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അതിനെ ഭാഗ്യം എന്ന് പറഞ്ഞ് മനോജിന്റെ അധ്വാനത്തിന്റെ മേന്മയെ കുറച്ച് കാണണ്ട, അത് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം, നമ്മളിപ്പം ആദ്യമേ സംസാരിച്ചത് ഓട്ടത്തിനെ പറ്റി ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓടണം, അല്ലെങ്കിൽ ഓട്ടം നിങ്ങളുടെ സ്റ്റെപ്സ് പെർ മിനിറ്റ് ഇത്ര ആയിരിക്കണം, ഇത്ര ആയാൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സോൺ 2 ഓടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് മസിൽസ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ നിങ്ങൾ സോൺ 4 ഓടണം. ഇങ്ങനത്തെ ചില ഒരുപാട് ജാർഗണുകളും ടെക്നിക്കൽ വാക്കുകളും ഒക്കെ ഈ ഓട്ടവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു തുടക്കക്കാരൻ ഓട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങണം? ഇത്തരം ഇൻഫർമേഷൻ ഓവർലോഡിൽ പോയി പെടാതെ നാളെ മുതൽ ഒരാൾ ഓടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും? ഒരുപാട് മിത്തുകളുണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസുകാർ എന്തിനാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെന്നുള്ള. വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, കാര്യം സ്ട്രെങ്ത് ഇല്ലാണ്ട് ഓടാൻ പറ്റൂല. അത് ഒരു മിത്തായിരുന്നു. പഴയ ആൾക്കാരൊട്ടും സ്ട്രെങ്ത് വർക്ക് ചെയ്യൂലായിരുന്നു. കാര്യം ആ സമയത്ത് അവർക്ക് കൂടുതൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ലോങ് ഡിസ്റ്റൻസുകാർ ഒരുപാട് പേര് സ്ട്രെങ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അഡീഷണൽ പ്ലയോമെട്രിക്സ് കണക്കുള്ള ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഗിനർ സ്റ്റേജിൽ നമ്മൾ ഒരുപാട്, ഞാൻ പറഞ്ഞ കണക്ക് ലോഡ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് തന്നെ 4 മിനിറ്റിൻ്റെ പേസ്, കിലോമീറ്റർ പേസ് 10 കിലോമീറ്റർ ഓടി ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ആള് നേരത്തെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാൾ. ഞാൻ ആദ്യമായിട്ട് ഓടുന്ന 38 മിനിറ്റിലാണ് 10 കിലോമീറ്റർ. കാര്യം ഞാൻ കൊച്ചിലെ തൊട്ടേ
സ്പോർട്സ് ചെയ്യുന്നുണ്ട്, റണ്ണിങ് അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു എൻഡ്യൂറൻസ് ബേസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കത് ഓടാൻ കഴിഞ്ഞത്. ആ ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് 6 മിനിറ്റും 7 മിനിറ്റിലായിരിക്കും ഓടാൻ പറ്റുന്നത്. ആ 6 മിനിറ്റിലും 7 മിനിറ്റിലും ഓടിയാലും ഒരു കുഴപ്പമില്ല. സോൺ 1 സോൺ 2 ആ ഒരു സോണിൽ നിന്ന് ഓടണമെന്നില്ല. നമുക്ക് ഈ റിക്കവറി ഫേസിൽ ഓടിയാലും കുഴപ്പമില്ല. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ആവാൻ തുടങ്ങും മെല്ലെ മെല്ലെ. ഈ ടെമ്പോ റണ്ണ്, അതേപോലെ ഇൻ്റർവെല്ല്, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മനോജ് പറയുന്നത്, തുടക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ അവൈലബിൾ ആയിട്ടുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളെ മറന്നുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഓടിത്തുടങ്ങുക. ഓട്ടത്തിനെ ഒരു ശീലമാക്കി ആദ്യം മാറ്റുക. അതിനുശേഷം മാത്രം ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇഞ്ചുറി ഇല്ലാതെ ആദ്യം ഓടിപ്പടിക്കുക. അതിൻ്റെ കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ഒരാൾക്ക് വേണമെങ്കിൽ സോൺ റണ്ണിങ്ങോ ഈ ഓട്ടത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ ടെമ്പോയോ ഇൻ്റർവെല്ലോ ഫാട്ട്ലക്കോ ഏത് തരം റണ്ണിങ്ങിലേക്കോ പോകാം എന്നാണ് മനോജ് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, ടെക്നോളജി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. കാര്യം എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് നല്ലൊരു വാച്ച് കിട്ടിയത്. ഇതിനു മുമ്പ് എൻ്റെ വാച്ച് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ ലാപ്പുകൾ നോക്കി നോർമൽ വാച്ചിൽ നോക്കിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ലാപ്പ് 1 മിനിറ്റും 12 സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് 1 കിലോമീറ്റർ ആകുമ്പോൾ 3 മിനിറ്റിൻ്റെ പേസ് ആവുമെന്നുള്ള കണക്ക്. നേരത്തെ ഉള്ളവരെല്ലാം അങ്ങനെ ഓടിക്കൊണ്ടാണ്. ഇപ്പോഴാണ് വാച്ചെല്ലാം കിട്ടിയപ്പം കിലോമീറ്റർ എല്ലാം അറിയാൻ പറ്റും. ഒന്ന് നോക്കണ്ട, ഓരോ കിലോമീറ്റർ ആകും ശബ്ദം കേൾക്കാൻ നോക്കും. അപ്പം നേരത്തെ ഒന്നും ആ ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഇമ്പ്രൂവും ചെയ്യും. സാധാ ഒരാൾ തുടങ്ങുമ്പം ഒരുപാട് എക്സ്പെൻസ് ആയുള്ള വാച്ചൊന്നും മേടിക്കാനുള്ള കാണൂല എല്ലാവർക്കും. അതേപോലെ ഭയങ്കര കൂടിയ ഷൂസ് ഒന്നും മേടിക്കാനുള്ളത് കാണൂല. നമുക്കപ്പോൾ അതിലും വില കുറഞ്ഞുള്ള ഷൂസുകളുണ്ട്. അതൊക്കെ ഇട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ നമുക്ക് ഉപയോഗിച്ച് തന്നെ ഓടാം ആദ്യം. ഇപ്പോൾ ഒരു തുടക്കക്കാരൻ ആദ്യം ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ വെച്ച് തുടങ്ങുക. അതെ, ചിട്ടയായി ഓടുക. ഇതിനകത്ത് ഡിസിപ്ലിനായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇയറിലും ടൈം താഴ്ന്നു വരും. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 38 മിനിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന ആൾ 31:03 വരെ എനിക്ക് എത്തിക്കാൻ പറ്റിയത് എൻ്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ്. എനിക്കൊരു ഉറപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എപ്പോൾ ഓടിച്ചാലും 10 കിലോമീറ്റർ എനിക്ക് 32 മിനിറ്റിനുള്ളിൽ ഓടാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതെനിക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്തത്, പക്ഷേ അത് ബോഡി അഡാപ്റ്റ് ചെയ്തതാണ്. അതേപോലെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ കുറേ കാലമായിട്ട് ഓടുകയാണല്ലോ. അപ്പോൾ മനോജ് പങ്കെടുത്തിട്ടുള്ള ഈവെൻറ്റുകൾ, അവിടെ ചെല്ലുമ്പോൾ ആദ്യം ആ ഈവെൻറ്റുകളെ കുറിച്ചൊന്ന് പറയുക. സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയുക. അവിടെ ചെല്ലുമ്പോൾ മറ്റു ഓട്ടക്കാരെ കാണുമല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു മനോജിൻ്റെ അനുഭവങ്ങളും ഒന്ന് പറയുക. ഞാൻ 2025 അവസാനം ഓടിയത് തലശ്ശേരിയിലൊരു റണ്ണാണ്. തലശ്ശേരിയിലും കോഴിക്കോട് ഓടിയായിരുന്നു. തലശ്ശേരി റണ്ണിങ്ങിന് പോയപ്പോഴത്തേക്ക് കുറച്ച് ആർമിയിലുള്ള ആൾക്കാർ, പിന്നെ ഒരു കെനിയക്കാരൻ, ഞാൻ, അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറേ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കെനിയക്കാരന് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിട്ടിൽ ഒരുമിച്ച് ഇരിക്കാം. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഓന് തന്നെയാണ്, ആൾക്കാരെല്ലാം ഉറപ്പിച്ച് ഓന് തന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് കൂടെ തന്നെ ഓടി, പുള്ളിയുടെ കൂടെ ഓടി ഫിനിഷ് വരെ എത്തി. ഫിനിഷിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ലെഫ്റ്റിലോട്ടോടി, പുള്ളി റൈറ്റിലോട്ടായിരുന്നു ഫിനിഷ്. അതുവരെ ഞാനും പുള്ളിയായിട്ട് ഫൈറ്റ് ആയിരുന്നു. അതിന് മുമ്പ് വരെ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ടിൽ ഞാനായിരുന്നു നിന്നത്. അപ്പം അതുവരെ എനിക്ക് ഓടി എത്താൻ പറ്റി. അപ്പോൾ ആൾക്കാരത് എക്സൈറ്റ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എത്തിയില്ലേ, ഒരു ആൾ പുറത്തുനിന്ന് വന്നിട്ട് അയാളോട് ഇത്രയും നേരം പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഏറ്റവും ആൾക്കാർ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കണം, കെനിയയിൽ റണ്ണിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പുറം ഇപ്പുറം എല്ലായിടത്തും ക്ലബ്ബുകളുണ്ട്, ഒരുപാട് ക്ലബ്ബുകൾ. അപ്പോൾ എന്തായാലും അവിടുന്ന് ഒളിമ്പിക്സ് മെഡൽ വരാൻ വളരെ എളുപ്പമാണ്. പിന്നെ അവിടെ ജനറ്റിക്സ് എല്ലാം ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ആളെണ്ണം കൂടുതൽ റണ്ണിങ്ങിലാണ്, ഇവിടെ ആളെണ്ണം കൂടുതൽ ക്രിക്കറ്റിനാണ്. അത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. നമ്മളെ ഇവിടെയും റണ്ണിങ് കമ്മ്യൂണിറ്റി അത്രയും വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നും ഇന്ത്യക്കാരും ഒളിമ്പിക്സിലൊരു ആ ഒരു റേഞ്ചിലോട്ട് എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. കൂടുതൽ ആളുകൾ ഓടണം, കൂടുതൽ ആൾക്കാർ ഓടണം, കൂട്ടായ്മകൾ ഉണ്ടാവണം. ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പം അത് സമൂഹത്തിന് വളരെ പ്രചോദനമാവും. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, മനോജിൻ്റെ വാക്കുകൾ കേട്ട് കൂടുതൽ ആൾക്കാർ ഓട്ടത്തിലേക്ക് വരണം എന്നതാണ് ആകാശവാണി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായി ചോദിക്കുന്നത്, ഓടി തുടങ്ങുമ്പോൾ ആദ്യമുണ്ടായ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ മനോജ് നല്ലൊരു ഓട്ടക്കാരനാണ്. ഒരാൾ നാളെ തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്തായാലും ഇന്ന ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അത് ആലോചിച്ച് അദ്ദേഹം ഓട്ടം തന്നെ ഉപേക്ഷിച്ചേക്കാം. അപ്പോൾ ഓടി തുടങ്ങുമ്പോൾ മനോജിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഓടുന്നവർക്കൊരു പ്രചോദനമായിരിക്കും. എന്നെ സംബന്ധിച്ചും ഞാൻ കോളേജ് വന്നിട്ടാണ് സ്പോർട്സ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അത്ലറ്റിക്സ് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും കോളേജ് കഴിയുമ്പോൾ ഒരു ജോലി വേണമെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജോലി ഇല്ലാത്തതും അതിൻ്റെ കൂടെ റണ്ണിങ് കൊണ്ടുപോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ കൂടി ഞാൻ കോച്ചിങ്ങും കൂടി നോക്കി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും അത് അങ്ങനെയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും അതുവഴി ചെറിയ ചെറിയ ഇൻകങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും, അതേപോലെ തന്നെ ഈ ലോക്കൽ ഈവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്
ചെയ്തിട്ട് അവിടെ വിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ റണ്ണിങ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പൊസിഷനിൽ എത്തുന്നവരെ അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്കുണ്ടാവും. നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടില്ല വീട്ടിൽ നിന്ന്, നീ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണോ, അങ്ങനെയുള്ള ടോക്കുകൾ ഒരുപാട് വരും. അപ്പോൾ നമ്മളൊരു റേഞ്ച് എത്തുന്നവരെ ഇത് നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം, അല്ലാണ്ട് നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടി ഓടുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഫഷനും കൂടെ സൈഡിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് രണ്ടും കൂടെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് അങ്ങനെ പറയുമ്പോൾ ചോദിക്കാനുള്ളത്, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? ഒരു തുടക്കക്കാരൻ കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടിയെ പേടി, അതുപോലെ മറ്റെന്ത് മനോജ് തുടങ്ങിയ കാലത്ത് തോന്നിയിട്ടുള്ള എനിക്കിത് പറ്റുന്നില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. മനോജിന്റെ ബുദ്ധിമുട്ട് പറയണം. മനോജ് കോച്ച് ചെയ്തിട്ടുള്ള പുതുതായിട്ട് വരുന്ന ആളുകളിൽ പൊതുവെ കാണുന്ന തുടക്കക്കാർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരെ ഒന്ന് നന്നായി ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായി ഓടിക്കോളും, ഇത് മാറ്റാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. ആദ്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞ കോമൺ ആയിട്ടുള്ള പെയിനാണ് ഷിൻ പെയിൻ. ഞാൻ അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാരെ നോക്കും. കാര്യം നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും. സ്ട്രെങ്ത്, അതേപോലെ തന്നെ നന്നായിട്ട് മൊബിലിറ്റി വർക്കുകൾ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിന് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. മാക്സിമം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്. അതാണ് ആദ്യം. അതെ, ഷിൻ പെയിൻ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. മോട്ടിവേഷണൽ ആളുകൾക്ക് കുറവ് വരുന്നുണ്ട്. തുടക്കത്തിന് ഇന്ന് ഓടാം, ഞാൻ 3 ദിവസം ഓടും, എന്നാൽ 4ാമത്തെ ദിവസം മുതൽ എനിക്ക് മതി, ഞാൻ ഓടുന്നില്ല എന്നുള്ളതായി കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ തോന്നിയാൽ അവരോട് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പുറത്തുനിന്ന് ഒരു മോട്ടിവേഷനും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് എന്നെ പുഷ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഒരു ഗ്രൂപ്പിനകത്ത് എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം തയ്യാറായിട്ടിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ, ഒരു മടിയ ഉണ്ടെങ്കിൽ, ആ ഒരു കൂട്ടത്തിൽ ഒരു മടിയനും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മടിയനും പോയി ചെയ്യും. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം. അപ്പോൾ കൂട്ടായ്മകൾ കണ്ടുപിടിക്കുക, കൂട്ടുകാരോടൊപ്പം ഓടുക. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഈ മടിയൊക്കെ മാറ്റാം. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള വഴികൾ അവൈലബിൾ ആണ്, കോച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓടി തുടങ്ങുക എല്ലാവരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാനസിക ഉല്ലാസവും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്സും എല്ലാം ഈ ഓട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ നന്ദി മനോജ്. ഇത്രയും നേരം നമ്മളോട് ഓട്ടത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഓട്ടത്തിൻ്റെ എന്തുകൊണ്ട് ഓടണം എന്നതിനെക്കുറിച്ചും സംസാരിച്ചത് ശ്രീ മനോജാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർന്നു വരുന്ന ഒരു കായിക താരമാണ് ഈ മേഖലയിൽ. മനോജിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഓട്ടത്തെപ്പറ്റി സംസാരിക്കാൻ വന്നതിന് ആകാശവാണിയുടെ പ്രത്യേകമായ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. വളരെ നന്ദി. എന്നെ ഇവിടെ ക്ഷണിച്ച ആകാശവാണിയുടെ ഒരുപാട് നന്ദി. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം. വളരെ നന്ദി. യുവവാണിയിൽ ഇതുവരെ കേട്ടത് ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ്. യുവവാണി.